ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ റിക്വസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്ത വീഡിയോ ആണ് നമ്മുടെ കലാത്തിയ പ്ലാന്റ്സിനെ കുറിച്ചാട്ടോ. അപ്പോൾ ഞാൻ കലാത്തിയ പ്ലാന്റ്സ് മഴക്കാലത്തായാലും വേനൽക്കാലത്ത് എല്ലാ സമയത്തും നന്നായിട്ട് പരിചരിക്കുന്നത് പറഞ്ഞപ്പോൾ എന്നെ ഫോൺ ചെയ്ത് ഒരു റിക്വസ്റ്റ് ആയിട്ട് പറഞ്ഞതാണ്. അതിൻ്റെ വീഡിയോ ഒന്നിടുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കലാത്തിയ പ്ലാന്റ്സിനെ നമ്മൾ വളർത്തുന്നത് അതിൻ്റെ ലീഫിൻ്റെ ഭംഗി കൊണ്ടല്ല. അടിപൊളി ലീഫാണ് കലാത്തിയ പ്ലാന്റ്സിനുണ്ടാകുക. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തണലുള്ള സ്ഥലത്താണ് കേട്ടോ നമ്മൾ കലാത്തിയ പ്ലാന്റ്സ് വെക്കേണ്ടത്. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തത് കലാത്തിയ പ്ലാന്റ്സിനെ എല്ലാ സമയത്തും നമ്മൾ പരിചരിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് കാരണം നമ്മളിപ്പോൾ വേനലായാലും മഴ ആയാലും ഒക്കെ തന്നെ നമ്മൾ കലാത്തിയ പ്ലാന്റ്സിന് നല്ലൊരു കെയറിങ് കൊടുക്കണം കേട്ടോ. കാരണം വെയിൽ തീരെ ഇഷ്ടമില്ലാത്ത ചെടിയാണ് നമ്മുടെ കലാത്തിയ പ്ലാന്റ്സ്. ഒട്ടും വെയിൽ വേണ്ട. ചെറിയ തോതിലുള്ള വെയിലടിച്ചാലും പോലും ഇലകൾ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ല തണലത്താണ് കലാത്തിയ പ്ലാന്റ്സ് വെക്കേണ്ടത്. മഴയത്താണെങ്കിലോ നമ്മൾ കലാത്തിയ പ്ലാന്റ്സിനെ ഫുൾ മഴയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിവശം ചീഞ്ഞിട്ട് അതിൻ്റെ നമ്മുടെ പോട്ടിങ്സുള്ള അതിൻ്റെ വേര് ചീഞ്ഞിട്ട് നമ്മുടെ കലാത്തിയ പ്ലാന്റ്സ് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഏത് സമയത്തും നമ്മൾ മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും നല്ല രീതിയിൽ കെയർ കൊടുക്കേണ്ട ഒരു ചെടിയാണ് നമ്മുടെ കലാത്തിയ പ്ലാന്റ്സ്. അഗ്ലോണിമ ചെടിക്ക് കുറച്ചൊക്കെ എന്താ പറയുക, വെയിൽ തട്ടിയാൽ ചെറിയ തോതിൽ വെയിൽ തട്ടിയാലും അതിൻ്റെ ലീഫിൻ്റെ കളറിങ് ഭംഗി കൂടും. പക്ഷേ കലാത്തിയ പ്ലാന്റ്സിന് ചെറിയ തോതിൽ വെയിൽ തട്ടിയാൽ പോലും അതിൻ്റെ ഇല പെട്ടെന്ന് മഞ്ഞളിപ്പ് വരും കേട്ടോ. ചെറിയ തോതിൽ നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കലാത്തിയ പ്ലാന്റ്സ് നമ്മൾ നല്ലൊരു തണൽ തട്ട വെക്കേണ്ടത്. എത്രത്തോളം തണലുള്ള സ്ഥലമാണോ അത്രത്തോളം തണലുള്ള സ്ഥലത്താണ് നമ്മൾ വെക്കേണ്ടത്. പിന്നെ നമ്മൾ മഴക്കാലത്ത് ചെറിയ തോതിലുള്ള മഴയൊക്കെ കലാത്തിയ പ്ലാന്റ്സിന് ഇഷ്ടമാണ് കേട്ടോ. കാരണം കലാത്തിയ പ്ലാന്റ്സിന് ഹ്യൂമിഡിറ്റി, അതായത് ഈർപ്പം ഒരുപാട് ഇഷ്ടമുള്ള ചെടിയാണ്. എപ്പോഴും കലാത്തിയ പ്ലാന്റ്സിന് ഈർപ്പം ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ചെറിയൊരു മഴയൊക്കെ കലാത്തിയ പ്ലാന്റ്സ് നല്ലതാണ്. പക്ഷേ നല്ല രീതിയിൽ മഴ പെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞ് പോകട്ടോ. പിന്നെ കലാത്തിയ പ്ലാന്റ്സിന് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ അതിൻ്റെ പോട്ടി മിക്സ് ആണ് കേട്ടോ. പോട്ടി മിക്സ് നല്ല വെള്ളം മാർന്ന് പോകുന്ന പോട്ടി മിക്സിലാണ് നട്ട് കൊടുക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് പെർലൈറ്റ് ഉപയോഗിക്കുക, ഉമി ഉപയോഗിക്കുക, ചാണകപ്പൊടി ഉപയോഗിക്കുക, കൊക്കപ്പൊറ്റ് ഉപയോഗിക്കുക, മണ്ണ് അല്ലെങ്കിൽ മണൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് നമ്മൾ ചെറിയ തോതിൽ നമുക്ക് എല്ലുപൊടിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു പോട്ടി മിക്സിൽ, അതായത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പോട്ടിൻ്റെ ഉള്ളിൽ കൂടി, അതായത് ഡ്രെയിനേജ് നന്നായിട്ട് ഹോൾസുള്ള പോട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ വെള്ളം ഡ്രെയിനേജിനുള്ളിൽ കൂടെ പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ള നല്ല ഫ്രീ ആയിട്ട്, അതായത് നല്ല എന്താ പറയുക, നന്നായിട്ട് പിന്നെ നമുക്ക് റൂട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു പോട്ടി മിക്സ് നല്ല വെള്ളം വാർന്നു പോകുന്ന നല്ല പോട്ടി മിക്സ് ആണ് കേട്ടോ. നമ്മൾ കൈകൊണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പോട്ടി മിക്സ് നിലത്തേക്ക് ഇങ്ങനെ വീഴുന്ന സൈസിലുള്ള നല്ലൊരു പോട്ടി മിക്സൊക്കെ ഞാനിപ്പോൾ കാണിക്കാത്തത്, ഞാൻ ഇതിൻ്റെ പോട്ടി മിക്സൊക്കെ കാണിച്ചതാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കലാത്തിയ പ്ലാന്റ്സിന് മഞ്ഞളിപ്പ് വരുന്ന അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പിന്നെ പോട്ടി മിക്സിന് എപ്പോഴും നമ്മൾ തൊട്ട് നോക്കിയിട്ട് അധികം നനവില്ലെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മഴക്കാലത്തായത് കൊണ്ട് നമ്മൾ സാൻഡിലൊക്കെ വെക്കുന്ന കലാത്തിയ പ്ലാന്റ്സ് ആണെങ്കിൽ ഒരിക്കലും വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. കാരണം നമുക്ക് എങ്ങനെയായാലും വെള്ളം എന്താ പറയുക പാറി അതിലേക്ക് വീഴും ചെടിയിൽ. ഇനി അഥവേ തീരെ വെള്ളമില്ല കിട്ടാത്ത സ്ഥലത്താണെങ്കിൽ വെക്കുന്നതെങ്കിൽ നമ്മളൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ കലാത്തിയ പ്ലാന്റ്സ് നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ മാസത്തിലൊരിക്കൽ ഫെർട്ടിലൈസർ ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ വളം കൊടുത്താൽ മാത്രമേ നമ്മുടെ കലാത്തിയ പ്ലാന്റ്സ്, ഇത് അല്ലേ ഒരു തിളക്കം പോലെ തോന്നിയപ്പോൾ ഞാൻ നോക്കിയതാണ് കേട്ടോ. പക്ഷേ അതെന്തോ ഒരു എന്താ പറയുക, വൈകുന്നേരം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് വൈകുന്നേരം എന്ന് വെച്ചാൽ 4 മണിക്ക്, അപ്പോൾ ആ ഒരു സമയത്ത് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എന്തോ ഒരു സൂര്യൻ്റെ ദൂരെ എന്നുള്ള ഒരു ഇത് അടിച്ചതായിരിക്കും. എന്തായാലും ഇവിടെ വെയിൽ കിട്ടുന്ന സ്ഥലമല്ല കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പിന്നെ നല്ലൊരു പോട്ടി മിക്സിൽ അതുപോലെ തന്നെ നമുക്ക് ഫെർട്ടിലൈസർ ചെയ്യണം. ഞാൻ അതാ പറഞ്ഞു വന്നത്, മാസത്തിലൊരിക്കൽ നമ്മൾ ഫെർട്ടിലൈസർ ചെയ്യണം കേട്ടോ. അതിൽ വെളുത്ത പൊടി കാണുന്നത് നമ്മുടെ പെർലൈറ്റ് ആട്ടോ. പെർലൈറ്റ് നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ പറ്റും. ഞാൻ പെർലൈറ്റിൻ്റെതും ഉമിയൊക്കെ ഞാൻ ഇതിൻ്റെ നമ്മുടെ ഷോർട്ട് വീഡിയോയിലും ഫുൾ വീഡിയോയിലും ഒക്കെ അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് സ്ഥലം ഞാൻ ഇടുന്നുണ്ട്. ആ പ്രൊഡക്റ്റ് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അതിലുള്ള നമുക്കുള്ള കൊക്കോപ്പീറ്റ് ആയാലും ഉമി ആയാലും പെർലൈറ്റ് ആയാലും ഒക്കെ നിങ്ങൾക്ക് വാങ്ങട്ടെ, ചാണകപ്പൊടിയൊക്കെ വാങ്ങാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നഴ്സറിയിൽ നിന്നോ അങ്ങനെയും വാങ്ങട്ടോ. അപ്പോൾ എല്ലാ കലാത്തിയ പ്ലാന്റ്സും
നമ്മൾ നല്ല തണലത്ത് വയ്ക്കുക. ഇതിന് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കണം കേട്ടോ. നമ്മൾ മറ്റു ചെടികളെക്കാട്ടി കൂടുതൽ കെയർ കൊടുക്കേണ്ട ഒരു ചെടിയാണ് കലാത്തിയ. പക്ഷേ മറ്റു ചെടികളെക്കാട്ടി ഒരുപാട് ഭംഗിയുള്ള പ്ലാന്റ്സും കൂടി കേട്ടോ നമ്മുടെ കലാത്തിയ. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തൈകളാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൻ്റെ മുറ്റം മുഴുവൻ നമുക്ക് കലാത്തിയ കൊണ്ട് നന്നായിട്ട് അലങ്കരിക്കുക. അത്രയ്ക്കും പ്ലാന്റ്സ് നമുക്ക് കിട്ടും കേട്ടോ. കാരണം ഇതിന് ഒരുപാട് തൈകൾ ഉണ്ടാകുന്നൊരു ചെടിയും കൂടിയാണ്. അപ്പോൾ നന്നായിട്ട് പരും. അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്? വേനൽക്കാലത്ത് നമ്മൾ ഒട്ടും വെയിലില്ലാത്ത സ്ഥലത്ത് വെക്കുക, നല്ല തണലത്ത് വെക്കുക. മഴക്കാലത്ത് നമ്മൾ നല്ല മഴയുള്ള സ്ഥലത്ത് വെക്കരുത്. പിന്നെ ഈർപ്പം ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ എന്തായാലും വേനൽക്കാലത്തൊക്കെ നനച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ പോട്ടിങ്സ് നല്ല കറക്റ്റ് വെള്ളം വാർന്നു പോകുന്ന നല്ല ലൂസായിട്ടുള്ള പോട്ടിങ്സാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുകൂടാതെ നമ്മൾ മാസത്തിലൊരിക്കൽ നന്നായിട്ട് ഫെർട്ടിലൈസർ ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ NPK ഇലയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പോട്ടി മിക്സിൽ നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ. ഈ രീതിയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കലാത്തിയ പ്ലാന്റ്സ് നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാകുന്ന പ്ലാന്റാണ്. അടിപൊളി ഒരുപാട് കലാത്തിയ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അതൊന്നും ഒരുപാടൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഒരുപാട് നല്ല വെറൈറ്റി കലാത്തിയ റോസി അതൊക്കെ എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട്, അതായത് നമ്മൾ വെയിൽ തട്ടിക്കുക അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാതെ ഇരിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സൊക്കെ നമ്മൾ വേനൽക്കാലത്ത് വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും അത് ഉണങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ വെള്ളം വേണം, ഈർപ്പം ഇഷ്ടമുള്ള ചെടിയാണ്. അതുകൊണ്ട് കലാത്തിയ പ്ലാന്റ്സ് വെക്കുമ്പോൾ നമ്മൾ ഒന്നായിട്ട് കൂട്ടി അടുത്തടുത്തായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവർക്ക് നന്നായിട്ട് ഇമ്മ്യൂണിറ്റി കിട്ടും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കലാത്തിയ പ്ലാന്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ കലാത്തിയ പ്ലാന്റ്സിന് നല്ല രീതിയിൽ കെയർ കൊടുക്കുക. നന്നായിട്ട് കുട്ടികളെ നോക്കും പോലെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും എല്ലാവരും കാണാം. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അഗ്ലോണിമ ആയാലും കലാത്തിയാലും എല്ലാം മറ്റുള്ള ഒരുപാട് ചെടിയുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും പ്ലാന്റ്സിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫെർട്ടിലൈസറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഫംഗിസൈഡ്, പെസ്റ്റിസൈഡ് അങ്ങനെയുള്ള എന്തെങ്കിലും ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കലാത്തിയ പ്ലാന്റ്സിനെ. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അഗ്ലോണിമയും കലാത്തിയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതാണ്. ബിഗോണി അതൊക്കെ തന്നെ